തിരുവനന്തപുരം കാച്ചാണിക്ക് സമീപമാണ് ഈ കാണുന്ന 8 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ നിന്നാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി നല്ല രസമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയർന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ചുറ്റുവട്ടത്ത് നിന്ന് ഇങ്ങനെ നല്ലതുപോലെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു വീട് വയ്ക്കാൻ സാധിക്കും. നമുക്ക് തൊട്ടടുത്തായിട്ട് വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ്. അത് നോക്കിയേ, ആ ഭാഗത്തെല്ലാം വീടുകളുണ്ട്. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയധികം ആക്സസ് ഉണ്ട്. ഞാൻ ഒരു 3 ആക്സസ് പറഞ്ഞുതരാം. ഒന്നാമത്തത് നമ്മുടെ തിരുവനന്തപുരം വഴയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മുക്കോല ജംഗ്ഷനിൽ വരാം. മുക്കോല ജംഗ്ഷനിൽ നിന്ന് കാച്ചാണി റോഡിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഇടത്തോട്ട് യമുനാ നഗറിനകത്ത് കയറി നമുക്ക് ഏകദേശം 1 കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. യമുനാ നഗറിനകത്ത് കയറി കുറേ ദൂരം വരുമ്പോൾ പുള്ളിക്കോണം എന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പുള്ളിക്കോണം ബസ് സ്റ്റോപ്പൊക്കെ കാണാൻ സാധിക്കും. ആ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് കയറാണ്ട് നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. പുള്ളിക്കോണം ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് എപ്പോഴും കിഴക്കേ കോട്ടയിലേക്കൊക്കെ ഉള്ള ബസ്സുകൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തരട്ട ജംഗ്ഷനിൽ നിന്ന് ഏണിക്കരയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ തരട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് 3/4 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. തരട്ടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പുള്ളിക്കോണം വന്നിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അതുപോലെ തന്നെ ഏണിക്കര 6-ാം കല്ലിൻ്റെ അടുത്ത് കയറാനായിട്ടും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ആക്സസ് ഉണ്ട്. ടോട്ടലായിട്ട് 8 സെൻറ്റ് സ്ഥലമാണ്. നമുക്കിതേ അവിടം തൊട്ട് അതാണ് നമ്മുടെ എൻട്രൻസ്. അങ്ങനെയാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു വീതിക്ക് വന്ന് നമുക്കൊരു പാത്ത് വേ കണക്ക് വന്നിട്ട് എങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്ക് ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഒരു പാത്ത് വേ സെറ്റ് ചെയ്ത് ഇവിടെ നല്ല നീറ്റായിട്ടുള്ള വീട് വെക്കാവുന്നതാണ് കേട്ടോ. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. വീട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വീടും വെക്കാം. ഇവിടെ നിന്ന് വീട് അങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി കയറ്റി വന്ന് നമുക്ക് ഇവിടെ പാർക്കിങ്ങും ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 4.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇതുപോലുള്ള പുതിയ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലാൻഡ് ഡെവലപ്പേഴ്സ് എല്ലാം നമുക്ക് തന്നെ വരുന്ന എൻക്വയറി കാച്ചാണി സൈഡിലോ അങ്ങോട്ടേക്ക് ഇനി സിറ്റിയുടെ ഔട്ടറിലേക്ക് പുതിയ സ്ഥലങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് സിറ്റിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്പ്രോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ലൊരു റേറ്റാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പോൾ സെൻറ്റിന് 5.5 ലക്ഷം രൂപയ്ക്ക് പുറത്തോട്ടൊക്കെ വിലയായി. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് 4.5 ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ക കരഭൂമിയാണ്.